ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രഗ്നൻസി ജേണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഒന്നും അല്ല, പക്ഷേ എന്നാലും ചെറിയൊരു കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കിങ്ങനെ തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് ഒരു 2 മാസം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആയ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഛർദിയോ അങ്ങനത്തെ ഒരു കാര്യം 2 മാസം വരെ നോർമലായിരുന്നു കേട്ടോ. ഒരു സിംറ്റംസ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. 2 മാസത്തിന് ശേഷമാണ് എൻ്റെ എല്ലാ സിംറ്റംസും തുടങ്ങിയത് കേട്ടോ. അപ്പോൾ 2 മാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ 2 മാസം ആവുന്ന സമയം വരെ തുടങ്ങിയപ്പോഴേക്ക് ചെറുതായിട്ട് ഛർദിക്കൽ തുടങ്ങി. പിന്നെ ഭയങ്കര ക്ഷീണം വരാൻ തുടങ്ങി. ക്ഷീണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കും പെട്ടെന്ന് നമുക്ക് ക്ഷീണം തോന്നും, നമുക്ക് കിടക്കാൻ തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു വയ്യായികയായിരുന്നു, മീൻസ് ഒരു ക്ഷീണം പോലെ ആയിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഭയങ്കര ഛർദിയായിരുന്നു. നമുക്ക് ഫുഡൊന്നും തീരെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ഛർദിക്കുക. നമുക്ക് ഇപ്പോൾ ചോറാണെങ്കിലും രാവിലെ ചായ കുടിക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഛർദിയായിരുന്നു. അങ്ങനെ ഒരു 3-ാം മാസം ആ ഒരു ടൈമിലൊക്കെ ആയപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് വന്നത്. അങ്ങനെ ബ്ലീഡിങ് വന്ന സമയത്ത് ഞങ്ങൾ അപ്പം തന്നെ നമുക്ക് ചെറിയൊരു ബ്ലീഡിങ് മതിയല്ലോ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ആ ഒരു സമയം സ്കാൻ ചെയ്ത് നോക്കാമെന്ന് മാത്രമല്ല നമ്മളോട് ഡോക്ടർ പറഞ്ഞത്, ഇങ്ങനൊരു ബ്ലീഡിങ് വന്നുകൊണ്ട് തന്നെ ആ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് എന്താ പറയുക, ഒരു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയം മുതൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു സമയം ആ ഒരു മൊമെൻറ്റിൽ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കയ്യിൽ നിന്ന് വിട്ട അവസ്ഥയായിരുന്നു. അപ്പം തന്നെ എനിക്ക് എല്ലാ കൺട്രോളും പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇതായിരുന്നു സ്കാനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരെ, സ്കാനിങ്ങിൻ്റെ ഉള്ളിൽ കയറ്റി പുറത്തിറങ്ങുന്നവരെ. അപ്പോൾ സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞപ്പം ഞാൻ ആദ്യം അവരോട് ചോദിച്ചു കുഞ്ഞ് ഓക്കെ ആണോ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്വാസം നേരെ വിട്ടതെന്ന് വേണേൽ പറയാം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഡോക്ടറെ വീണ്ടും കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, മെഡിസിൻസ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിസിൻസൊക്കെ തന്നു വിട്ടു. അങ്ങനെ വീണ്ടും നമ്മുടെ ജേണി 4th മന്ത് 5th മന്ത് ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നന്നായിട്ട് ക്ഷീണം കൂടി, പിന്നെ ഛർദി നന്നായിട്ട് കൂടി, അതേപോലെ ക്ഷീണവും കൂടി. പിന്നെ അത് കൂടാതെ ചെറുതായിട്ട് വയറുവേദന എടുക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയായിരുന്നു. മീൻസ് എന്താ പറയുക, അങ്ങനെ ചെറുതായിട്ടൊരു എനിക്ക് ഫൈബ്രോയിഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് തന്നെ ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ടാവും, പിന്നെ അത് സാധാ പോലെ പോവും. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു 5th മന്ത് 5-ാമത്തെ മാസമൊക്കെ ആയ സമയത്ത് എനിക്ക് ചെറിയൊരു നല്ലൊരു വേദന വന്നു, വയറുവേദന വന്നു. അപ്പം എല്ലാ വേദനയും പോലെ ചെറിയൊരു വേദന എന്ന് വെച്ചാൽ അങ്ങനെ വലിയ മൈൻഡ് ആക്കിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ കൂടി. അങ്ങനെ വയറുവേദന കൂടിയപ്പോൾ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ കിടത്തി അവർ ചെക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പ്രീ ടൈം ലേബർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡെലിവറി ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെൻഷനായി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അപ്പോൾ തൽക്കാലം ഇഞ്ചക്ഷൻ വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം, ഇതിൽ ഇനിയും വയറുവേദന കൂടുവാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രീ ടൈം ലേബർ ചെയ്യേണ്ടി വരും. അവർ മീൻസ് 5-ാം മാസം കഴിഞ്ഞ് 6-ാം മാസത്തിൽ അടുക്കുന്നുള്ളൂ. 6-ാം മാസം പൂർത്തിയാവുന്ന ആ ഒരു സമയം ഇത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു സമയം നമ്മൾ വാവേനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ കിട്ടുമോ നമുക്കറിയില്ല, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പക്ഷേ എന്തോ ഒരു ദൈവഭാഗ്യത്താൽ അവിടെ നിന്ന് ഇഞ്ചക്ഷനൊക്കെ തന്നു. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയും രാവിലെയൊക്കെ വൈകുന്നേരവും രാവിലെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ ഒരു എന്താ പറയുക സ്ഥിരതാമസമായിരുന്നു ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതായത് ഇനി ഡെലിവറി ആവുന്നത് വരെ ബെഡ് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ ഇതേപോലെ ഇനിയും വയറുവേദന വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. വയറുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള ബെഡ് റെസ്റ്റ് വേണം. ബെഡ് റെസ്റ്റ് മീൻസ് സാധാ ബെഡ് റെസ്റ്റും അല്ല, നമ്മൾ ഫുഡ് എലിവേറ്റ് ചെയ്തിട്ടുള്ള ബെഡ് റെസ്റ്റാണ് പറഞ്ഞത്. നമ്മൾ കാല് പൊക്കി ഒരു ഡെലിവറി സമയം വരെ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്മൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് കുഞ്ഞുമാവേനെ കൈ കിട്ടാനുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനും ഭയങ്കര സങ്കടവും അങ്ങനെ ഒരുപാട്
മൊമെൻ്റ് ആയിരുന്നു ആ ഒരു സമയം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. കാല് എലിവേറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ടിലിൻ്റെ അവിടെ ഇഷ്ടികയൊക്കെ വെച്ച് കാല് പൊന്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് അവിടെ ഹൈറ്റ് കൂട്ടി, കട്ടിൽ ഹൈറ്റ് കൂട്ടി. അങ്ങനെ ഞാൻ ഫുള്ള് ബെഡ് റെസ്റ്റ്, ഒരു ഡെലിവറി ആവുന്ന ഒരു സമയം വരെ ബെഡ് റെസ്റ്റ്. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ എണീക്കും. പിന്നെ നമ്മൾ വീണ്ടും റെസ്റ്റ് എടുക്കുക. പിന്നെ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഫുള്ള് റെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി ആവോ എന്നുള്ള ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു അവസാനം ആ ഒരു സമയമായപ്പോഴേക്കും വീണ്ടും സ്കാനിങ്ങിനോ എന്തോ കാര്യത്തിന് വീണ്ടും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവർ പറഞ്ഞു റെസ്റ്റ് കുറച്ച് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ചെറുതായിട്ടൊക്കെ എണീറ്റൊക്കെ നടക്കാൻ തുടങ്ങി. പക്ഷേ അത്രയും കാലം ഞാൻ റെസ്റ്റ് എടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് നടക്കാൻ പോലും എന്നോട് ഇങ്ങനെ കിടക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എന്തായാലും CS ആവും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നോർമൽ ഡെലിവറി ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു 9ാം മാസം 9th മന്ത് വരെ എത്തിയിട്ടോ. 9th മന്തിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ 9ാം മാസമായി. അപ്പോൾ അതുവരെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 9ാം മാസമായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന വരുന്ന പോലെ ഒരു ദിവസം രാത്രി ഒരു നല്ലൊരു വയറുവേദന വന്നു. മീൻസ് ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ വേദന വരുന്നതുകൊണ്ട് തന്നെ വേദന നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് സാധാ വേദന വെച്ച് മൈൻഡ് ആക്കിയില്ല. പക്ഷേ ആ വേദന പിന്നെ അത് വന്നുകൊണ്ടിരുന്നു കേട്ടോ. ഒരു ഗ്യാപ്പ് ഇട്ട് പിന്നെയും വന്നു. അപ്പം നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്നൊരു പ്ലാനായി. ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി 1 മണി 1:30 ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ അവർ അഡ്മിറ്റാക്കി. അവർ പറഞ്ഞു എന്തായാലും ഡെലിവറി ആവാനുള്ളത് തന്നെയാണ്, അപ്പോൾ ആ ഒരു വേദന തന്നെയാണെന്ന് പറഞ്ഞു അവർ അഡ്മിറ്റാക്കി. അങ്ങനെ പിന്നെ ആ ഒരു വേദന, ആ ഒരു ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മീൻസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള വേദന എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള വേദനയായിരുന്നു കേട്ടോ. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ നല്ല വേദനയുണ്ട്. പക്ഷേ ആ വേദന ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പാണ്. 5 മിനിറ്റ് ഗ്യാപ്പിൽ കിട്ടാൻ വേണ്ടി ഞാൻ വേദന സഹിച്ച് 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുന്നത് ആ ഒരു ഗ്യാപ്പ് ഇട്ടായിരുന്നു എനിക്ക് വേദന ഉണ്ട്. പക്ഷേ വേദന അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ വേദന അങ്ങോട്ട് കൂടി നല്ല വേദനയായി മാറി കേട്ടോ. ഞാൻ ആ ഒരു വേദന അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീറ്റിട്ട് പോകാമെന്ന് തോന്നുക. നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ടെങ്കിലുമൊക്കെ എണീറ്റ് പോവുക. ആ ഒരു ഫീലിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എനിക്ക് വേദന വരുമ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വേദന കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടും. പക്ഷേ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത വേദന വരും. പിന്നെ കുറേ കഴിയുന്നതനുസരിച്ച് വേദന കൂടിക്കൊണ്ട് വന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ അവർ വന്ന സമയത്ത് ഉള്ളു പരിശോധിച്ചു. പിന്നെ ആ ഒരു സമയത്ത് 2 സെൻറ്റിമീറ്റർ ആയിരുന്നു ഡയലേഷൻ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഫസ്റ്റ് ഡെലിവറിയാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഡയലേറ്റ് ആവില്ല, കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞു. 2 സെൻറ്റിമീറ്റർ അല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യ്, അവിടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ കിടത്തി. അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായി, കുറേ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് വേദന സഹിച്ചു കേട്ടോ. ഒരുപാട് വേദന സഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 1:30 രാത്രി 1:30 വാവ ഡെലിവറി ആയത് രാവിലെ 7:30-ക്കാണ്. അപ്പം അത്രയും സമയം ആ ഒരു ഗ്യാപ്പിൽ വേദന ഇങ്ങനെ വേദന വരിക പോവുക ആ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പിന്നെ ഇടയ്ക്ക് ഇവർ ഉള്ളു പരിശോധിക്കാൻ വരും. പിന്നെ എന്താ പറയുക, വേദന വരുന്നുണ്ടെങ്കിൽ പറയാൻ പറയും. അങ്ങനെ വേദന നന്നായിട്ട് വരുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ വരട്ടെ. അപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ ആയിരുന്നു ഡയലേഷൻ. പിന്നെ നന്നായിട്ട് വേദന വന്നു. ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഡയലേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ പുഷ് ചെയ്യാനുള്ള ഒരു സമയമാകുമ്പോൾ നമ്മളെ വിളിക്കാൻ പോകുന്നു, പുഷ് ചെയ്യാൻ തോന്നുന്ന സമയം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് എനിക്ക് പുഷ് ചെയ്യാൻ തോന്നി. എനിക്ക് അവർ നന്നായിട്ട് ഓർമ്മയാണ്. അങ്ങനെ പുഷ് ചെയ്യാൻ തോന്നിയ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പുഷ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഡോക്ടർ വിളിച്ചത് രാത്രി സമയമായതുകൊണ്ട് ഞാൻ ഡോക്ടർ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പുഷ് ചെയ്യല്ലേ, ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പുഷ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. മീൻസ് എൻ്റെ ശരീരം എന്നോട് പുഷ് ചെയ്യ് ആ ഒരു ടെൻഡൻസി നമുക്ക് വന്നു. പിന്നെ നമ്മളോട് പുഷ് ചെയ്യല്ലേ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ഒരു സമയം ഞാൻ പുഷ് ചെയ്യാതെ നിൽക്കാനും നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അവർ പുഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുഷ് ചെയ്തു. പുഷ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം കുഴപ്പമില്ല, നമ്മൾ വാവ പുറത്തേക്ക് വന്നു. പക്ഷേ കുറച്ച് സമയം എടുത്തു കേട്ടോ. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് പുഷ് ചെയ്തത്. ആദ്യം ഒന്ന് പുഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നും ആവുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് പുഷ് ചെയ്തിട്ട് കുറേ നേരം അവർ കാത്തുനിന്നു ഞാൻ പുഷ് ചെയ്യുന്നവരെ. മീൻസ് എനിക്ക് പുഷ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം 3 പ്രാവശ്യം 4-5 പ്രാവശ്യം പുഷ് ചെയ്തിട്ടാണ് വാവ പുറത്തേക്ക് വന്നത്. അങ്ങനെ വാവ പുറത്തേക്ക് വന്നു. പിന്നെ ഒരു വാവൻ്റെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വാവനെ ആ ഒരു സമയത്ത് തന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എനിക്കിവിടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ തന്നു. എന്നിട്ട് വാവനെ പിന്നെ പുറത്ത് അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വേദനകളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ ഉള്ളു പരിശോധിക്കുന്ന പിന്നെ അവർ 2-3 പ്രാവശ്യം ഉള്ളു പരിശോധിച്ചായിരുന്നു. ആ ഒരു സമയത്ത് നല്ല വേദനയായിരുന്നു കേട്ടോ.
ആ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞിരിക്കും പിന്നെയും വന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് നല്ല വേദനയാണ് കേട്ടോ. നമുക്ക് എല്ലാം ഓക്കെ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും പരിശോധിക്കില്ല. ഒരു സമയത്ത് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ നമ്മളെ വാവ് നമ്മളെ കയ്യിൽ കിട്ടി. അപ്പം ഇത്രയും ഒരു ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി എന്ന് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും റെസ്റ്റ് എടുക്കേണ്ടി വരും, ബെഡ് റെസ്റ്റ് വേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കാലം ബെഡ് റെസ്റ്റ് ചെയ്തു, ബ്ലീഡിങ് വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ളൊരു ലേബർ പെയിൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വാവയ്ക്ക് 3.5 kg ആയിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നോർമലായിരുന്നു, ഹെൽത്തി വാവയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ. പിന്നെ എനിക്കൊരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സുഖമായിരിക്കുന്നു. ഇപ്പോൾ വാവയ്ക്ക് 2.5 വയസ്സായിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി ജേർണി. അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.